ഹലോ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ ബ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുറച്ച് പീച്ചിങ്ങ, താലോലി, മത്തൻ, വെണ്ടയ്ക്ക അങ്ങനെയുള്ള കൃഷികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് പീച്ചിങ്ങ കാണാം. ഇത് ശരിക്കും ഈ പീച്ചിങ്ങ ഉണ്ടായി വരുന്നതേ ഉള്ളൂ, അത്ര മൂത്തിട്ടൊന്നുമില്ല. പക്ഷെ മൂത്തത് കുറച്ച് നമ്മൾ പറിച്ചെടുത്തായിരുന്നു. പിന്നെ വേറെ വിഷമോ ഒന്നും അടിക്കാണ്ട്, ഒരു കെമിക്കലൊന്നും അടിക്കാണ്ട് നമ്മൾ വെറും ചാണകവളവും പിന്നെ മാത്രം ഇട്ടാക്കുന്നതാണ് കേട്ടോ. ഒരു ജൈവ കൃഷി രീതിയാണ് ഞങ്ങളുടേത്. അതുപോലെ തന്നെ നീളത്തിലുള്ള പയർ, ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, മത്തൻ, ഈ പച്ചപ്പയർ നമ്മൾ കുറേ പറിച്ചെടുത്തായിരുന്നു കേട്ടോ. എന്നാലും ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പാവയ്ക്ക, പിന്നെ ചീര ഉണ്ടായിട്ടുണ്ട്. ഇത് മത്തൻ്റെയാണ്. ഈ മത്തൻ്റെ ഇല വെച്ച് നമുക്ക് തോരനൊക്കെ വെക്കാൻ നല്ല സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പിന്നെ കുക്ക് ചെയ്യാൻ സാധിക്കും. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഇല വെച്ച് തോരൻ ഉണ്ടാക്കിയാൽ. ഇതിൽ കുറച്ച് മത്തങ്ങയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്, പക്ഷെ അത് ശരിക്കും വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ല കാണിക്കാനായിട്ട്. ഈ ചെറിയനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ, കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഇതിൽ നിന്നിപ്പോൾ നമുക്ക് 2 മത്തങ്ങ ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ്. അതിന് ശേഷം ഞങ്ങൾക്ക് 2 മത്തങ്ങ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ കുറേ കക്കിരിക്കയും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.